എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു വീഡിയോ സീരീസാണ്. നമ്മൾ ഇന്ന് മുതൽ, അതായത് ഒരു 3 ദിവസം കൂടുമ്പോൾ ഓരോ വീഡിയോ ഇനി അപ്ലോഡ് ചെയ്യുകയും ഇതൊരു തുടർച്ചയായിട്ടുള്ളൊരു വീഡിയോ സീരീസാണ്. അത് വേറൊന്നിനെ പറ്റിയുമല്ല, ഗൂഗിൾ ഷീറ്റുമായി ബന്ധപ്പെട്ട പഠനം. അപ്പോൾ ഒരു 3 ദിവസം കൂടുമ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്തു, ഇനി ഒരു 3 ദിവസം കൂടുമ്പോൾ അടുത്ത ഇതിൻ്റെ 2ാം പാർട്ട് ചെയ്യും. അങ്ങനെ പാർട്ടായിട്ട് ഒരു വീഡിയോ ഒരു 10-15 മിനിറ്റിനകത്തുള്ള ഓരോ വീഡിയോ ആയിട്ട് ചെയ്ത് കുറച്ച് വീഡിയോകൾ കൊണ്ട് ഗൂഗിൾ ഷീറ്റ് എന്താണെന്നും അതെങ്ങനെയൊക്കെയാണ് അതിനകത്ത് ഉപയോഗിക്കാൻ കഴിയുന്നത്, ഒരു സാധാരണ ഒരാൾക്ക് എങ്ങനെ അത് ഗൂഗിൾ ഷീറ്റ് ആക്സസ് ചെയ്യാം എന്നൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ സീരീസാണ്. എല്ലാവർക്കും വീഡിയോ സീരീസിലേക്ക് സ്വാഗതം. ആദ്യം ഞാൻ പറയുന്നത് എന്താണ് ഗൂഗിൾ ഷീറ്റ്. നമ്മൾ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന വേഡ്, എക്സൽ, പവർ പോയിന്റ് എന്നിങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകളുടെ ഗൂഗിൾ തന്നെ തരുന്ന വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു ഓൺലൈൻ വേർഷനാണ് ഗൂഗിൾ ആപ്സ് എന്ന് പറയുന്നത്. ആ ഗൂഗിൾ ആപ്സിൻ്റെ എക്സലിന് സമാനമായി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ്, ഒരു ഓൺലൈൻ സോഫ്റ്റ്വെയറാണ് ഗൂഗിൾ ഷീറ്റ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഗൂഗിൾ ഷീറ്റിൽ പ്രിലിമിനറിയായി ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ്. അത് എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ എങ്ങനെ ഗൂഗിൾ ഷീറ്റ് എടുക്കാം എന്ന് നമ്മളിന്ന് നോക്കുകയാണ്. ഗൂഗിൾ ഷീറ്റ് നമുക്ക് 3 രീതിയിൽ എടുക്കാം. അതിലൊന്ന് ജിമെയിലിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ മെയിൽ ഓപ്പൺ ചെയ്ത്, നിർബന്ധമായിട്ടും മെയിൽ ഓപ്പൺ ചെയ്താൽ മാത്രമേ നമുക്ക് ഗൂഗിൾ ഷീറ്റ് ഓപ്പൺ ആവുകയുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ ജിമെയിൽ ലോഗിൻ ചെയ്തിരിക്കണം. ഇവിടെ നിന്ന് ഗൂഗിൾ ആപ്സിൽ ക്ലിക്ക് ചെയ്ത് ഗൂഗിൾ ഡ്രൈവിൽ ക്ലിക്ക് ചെയ്ത് ന്യൂവിൽ ഗൂഗിൾ ഷീറ്റ്, ഇതൊരു രീതി. മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിലിൽ തന്നെ ഗൂഗിൾ ആപ്സിൽ ക്ലിക്ക് ചെയ്ത് ഗൂഗിൾ ഷീറ്റ് ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്ന ഒരു രീതി. ഇങ്ങനെ പ്രധാനമായിട്ടും 2 രീതിയിൽ ആണ് നമുക്ക് എടുക്കാൻ കഴിയുന്നത്. ഇനി ഇത് കൂടാതെ ഒരു 3 രീതിയാണ് ഞാൻ പറഞ്ഞത്. ഇത് കൂടാതെ ഉള്ള ഒരു രീതി എന്ന് പറയുന്നത്, നമ്മൾ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ബ്രൗസറിൽ വലതുഭാഗത്ത് ഒരു ലോഗിൻ ചെയ്ത വിവരങ്ങൾ വരും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഗൂഗിൾ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്, ലോഗിൻ ചെയ്ത് വരും. ഇങ്ങനെ ആയിരിക്കും നമുക്കൊരു ഷീറ്റ് കിട്ടുന്നത്. ഇവിടെ പ്രൊഫൈൽ നെയിം കാണും. അവിടെ നിന്നും നമുക്ക് ഡയറക്റ്റ് ഗൂഗിൾ ഷീറ്റ് എടുക്കാം, ഗൂഗിൾ ഡ്രൈവ് വഴിയും എടുക്കാം. ഇങ്ങനെ 3 രീതിയിലാണ് നമുക്ക് ഗൂഗിൾ ഷീറ്റിനെ ആക്സസ് ചെയ്യാൻ കഴിയുന്നത്. ശരിക്കും നിങ്ങൾ ഈ ഗൂഗിൾ ഷീറ്റ് എന്ന് പറയുന്നത് ശരിക്കും എല്ലാവരും, ഏതൊരു ആൾ പഠിച്ചിരിക്കേണ്ട ഒരു സംഭവമാണ് ഗൂഗിൾ ഷീറ്റ്. അപ്പോൾ ആ ഗൂഗിൾ ഷീറ്റിലേക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്യുന്നു, നേരെ ഗൂഗിൾ ഷീറ്റ് എടുക്കുന്നു. ഒരു ഗൂഗിൾ ഷീറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ആദ്യം നമുക്ക് ബ്ലാങ്ക് ഷീറ്റ് എടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള അതിൻ്റെ ഗാലറിയിലുള്ള ടെംപ്ലേറ്റുകളിൽ നിന്നും നമുക്ക് ഒരെണ്ണം സെലക്ട് ചെയ്തെടുക്കാം. ഗൂഗിൾ ഷീറ്റ് ഒരുപാട് ടെംപ്ലേറ്റുകളുണ്ട്. നമുക്കിതൊക്കെ കുറച്ച് പഠിച്ചതിന് ശേഷം അതിലേക്ക് പോകുന്നതാണ് നല്ലത്. നമുക്ക് തൽക്കാലം ബ്ലാങ്ക് സ്പ്രെഡ്ഷീറ്റ് എടുക്കാം. ഇവിടെ ഒരു ആനുവൽ കലണ്ടർ വരെ ടെംപ്ലേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് തൽക്കാലം ഇതൊക്കെ എങ്ങനെ ചെയ്യാം എന്നത് കൂടിയാണ് നമ്മൾ ഈ സീരീസിൽ കൂടി പഠിക്കാൻ പോകുന്നത്. ബ്ലാങ്ക് സ്പ്രെഡ്ഷീറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതാണ് ഒരു ഗൂഗിൾ ഷീറ്റ് എന്ന് പറയുന്നത്. ഈ ഗൂഗിൾ ഷീറ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, കോളങ്ങളും റോകളും. ഈ A, B, C, D, E, F ഇങ്ങനെ പോകുന്നത് കോളങ്ങളും, 1, 2, 3, 4, 5, 6 ഇങ്ങനെ പോകുന്നതിനെ കോളങ്ങളെന്ന് പറയും. അതായത് ഹൊറിസോണ്ടലായിട്ട് പോകുന്നതിനെ റോയ്സ് എന്നും വെർട്ടിക്കലായിട്ട് ഇങ്ങനെ പോകുന്നതിനെ കോളങ്ങളെന്നും പറയും. ഞാൻ നേരത്തെ പറഞ്ഞതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പേര് തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ABCD എന്ന് പറയുന്ന കോളങ്ങളും 1, 2, 3, 4, 5, 6 എന്ന് പറയുന്ന റോകളുമാണ്. ഈ കോളവും റോയും കൂടി ചേരുന്ന ഒരു ജംഗ്ഷനുണ്ട്. നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഈ എക്സലിനകത്ത് അല്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ജംഗ്ഷനുകൾ കിട്ടും. ഈ ജംഗ്ഷനെയാണ് സെല്ലെന്ന് പറയുന്നത്. ഈ സെല്ലിനൊരു പേരുണ്ടാവും. അത് കോളത്തിൻ്റെ പേരും റോയുടെ പേരും കൂടി ചേർത്ത് വായിക്കുന്നതാണ്. കോളത്തിൻ്റെ പേര് D ആണ്, റോയുടെ പേര് R ആണ്, എങ്കിൽ D6. ഇവിടോട്ട് വരുമ്പോഴത്തേക്ക് അത് F4 ആയി മാറി. അപ്പോൾ നമ്മൾ ഏത് സെല്ലിലാണോ ക്ലിക്ക് ചെയ്തിരിക്കുന്നത് ആ സെല്ലിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കോളവും റോയും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് ആ കളർ കാണിക്കും. കണ്ടോ, ഇതാണ് ആ സെല്ലിൻ്റെ. അപ്പോൾ H16 പെട്ടെന്ന് നമുക്ക് നോക്കി അറിയാൻ പറ്റും.
ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് കൂടാതെ ഈ മൗസ് പോയിൻ്റർ ഇവിടെ വരുന്ന സ്ഥലത്ത് നെയിം ബോക്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേസ് ഉണ്ട്. നമ്മൾ ഏത് സെല്ലിൽ ക്ലിക്ക് ചെയ്താലും ആ സെല്ലിൻ്റെ പേര് അവിടെ ഇങ്ങനെ മാറി മാറി എഴുതി കാണിച്ചുകൊണ്ടിരിക്കും. ആ നെയിം ബോക്സിൻ്റെ വലത് ഭാഗത്ത് കാണിക്കുന്നതാണ് ഫങ്ഷൻ ബോക്സ് എന്ന് പറയുന്നത്. അതായത് ഫോർമുല ബാർ എന്നും പറയും. ഇവിടെ നമുക്ക് വിവിധ തരത്തിലുള്ള ഫങ്ഷനുകൾ എഴുതി കൊടുക്കാം. നമ്മുടെ എക്സലിലും പിന്നെ സ്പ്രെഡ്ഷീറ്റുകളിലെല്ലാം നമ്മൾ ഫങ്ഷനുകൾ ഉപയോഗിച്ചാണ് ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ ഇതിനകത്തും ഫങ്ഷനുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, അപ്പോൾ ഇതാണ് ഗൂഗിൾ ഷീറ്റിൻ്റെ പ്രിലിമിനറി ആയിട്ട് നമുക്ക് പറയാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, എക്സലിൽ കാണുന്നത് പോലെ തന്നെ ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3, ഷീറ്റ് 4 ഇങ്ങനെ ഷീറ്റുകൾ കൊടുക്കാൻ പറ്റും. അതിന് ഷീറ്റ് 1 ക്ലിക്ക് ചെയ്തു ഇവിടെ ഇങ്ങനെ ഒരു ആഡ് ഷീറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഏറ്റവും താഴെയാണ്, എല്ലാവരും ശ്രദ്ധിച്ചു നോക്കണം. ആഡ് ഷീറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷീറ്റ് 2 വന്ന് വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഷീറ്റ് 3. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഷീറ്റുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇതിലേതെങ്കിലും ഒരു ഷീറ്റിൻ്റെ പേര് നമുക്കിഷ്ടമുള്ള ഒരു പേരാക്കണം. 2 രീതിയിൽ പേര് മാറ്റാം. ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ സെലക്ട് ആവും, അവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്താൽ ഷീറ്റിൻ്റെ പേര് മാറി. ഇവിടെ മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റീനെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അവിടെയും നമുക്ക് പേര് മാറ്റാം. ഇനി ഡാറ്റ ഓൾറെഡി ഉള്ള ഒരു ഷീറ്റാണ് മറ്റൊരു ഷീറ്റിന് നമ്മൾ ടൈപ്പ് ചെയ്യുന്നെങ്കിൽ റെഡ് കളറിൽ കാണിക്കും. എന്ന് വെച്ചാൽ ആ പേര് കൊടുക്കാൻ പറ്റില്ല എന്നാണ്. 1 കൂടി കൊടുത്താൽ ഡേറ്റ 1 കണ്ടോ. അങ്ങനെ ഷീറ്റിൻ്റെ പേര് നമ്മൾ മാറ്റാൻ പറ്റും. അപ്പോൾ ഷീറ്റിൻ്റെ പേര് മാറ്റുന്നത് എങ്ങനെയെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഇത് കൂടെ സേവ് ചെയ്യണ്ട എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വിവരം ടൈപ്പ് ചെയ്തു, ഒരു സെല്ലിൽ എന്തെങ്കിലും ഒരു വിവരം ടൈപ്പ് ചെയ്തു, കണ്ടോ പേര് വന്നു. ഇത് നമുക്ക് സേവ് ചെയ്യണം. വേറൊന്നിൽ കണ്ടോ സേവ് ചെയ്യണ്ട. പക്ഷേ ഇത് എവിടെ സേവ് ആവും, എന്ത് പേരിൽ സേവ് ആവും, ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കുന്നത്. അത് സേവ് ആകുന്നത് അൺടൈറ്റിൽഡ് സ്പ്രെഡ്ഷീറ്റ് എന്ന പേരിലാണ്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ അതങ്ങ് സെലക്ട് ആവും. ഇനി അഥവാ സെലക്ട് ആയില്ല, ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമുക്കതിനെ സെലക്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെ. അല്ലെങ്കിൽ അത് മൊത്തം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മളൊരു പേര് കൊടുക്കുകയാണ്, മൈ ഫസ്റ്റ് ഷീറ്റ്, എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് സേവ് ആവുന്നത്. ഇത് എവിടെ സേവ് ആവും, നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ ഓപ്പണായിട്ട് മൈ ഡ്രൈവ് എന്ന് പറഞ്ഞൊരു പ്ലേസിനകത്ത് പോയി സേവ് ആവും. നമുക്ക് അവിടെ നിന്നും ലൊക്കേഷൻ മാറ്റി സേവ് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മൾ ഷീറ്റ് പഠിച്ചു, കോളം പഠിച്ചു, റോ പഠിച്ചു, റോയിൽ ടൈപ്പ് ചെയ്യാൻ പഠിച്ചു, ഒരു പേരിൽ സേവ് ചെയ്യാൻ പഠിച്ചു. ഇനി എങ്ങോട്ട് സേവ് ചെയ്യണമെന്നുള്ളതാണ്. നമുക്ക് ഇവിടെ നിന്ന് സേവ് ചെയ്തതിന് ശേഷം മൂവ് ചെയ്യാം. നമുക്കൊരു പ്രത്യേക ഫോൾഡറിലേക്ക് മാറ്റാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഇവിടെ ഇങ്ങനെ ഈ മൂവ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇത് ഒട്ടുമിക്ക ആൾക്കാർക്കും ഗൂഗിൾ ഷീറ്റ് ചെയ്യാനെല്ലാം അറിയാം. നമ്മൾ അഡ്വാൻസ് ലെവലിലോട്ട് പോകുമ്പോഴാണ് പലർക്കും അറിഞ്ഞുകൂടാതെ വരുന്നത്. ഞാൻ ഈ സീരീസ് ഉദ്ദേശിച്ചിരിക്കുന്നത് സാധാരണക്കാരെ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അത് പറയുന്നത്. കേൾക്കുന്ന ചില ആൾക്കാർക്ക് തോന്നും ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാമല്ലോ എന്ന് തോന്നും. എങ്കിലും അവർ ക്ഷമിക്കുക. അവർക്കൊക്കെ ഉള്ള അഡ്വാൻസ് ലെവൽ ഇതിൻ്റെ പിന്നീടുള്ള ചാപ്റ്ററുകളിൽ ചെയ്തു വരുന്നതാണ്. അപ്പോൾ അതാ നോക്കുക, ലൊക്കേഷൻ മൈ ഡ്രൈവ് ആണ്. ഇതിൽ ഓൾ ലൊക്കേഷനിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ എല്ലാ ലൊക്കേഷനുകളും മൈ ഡ്രൈവിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഈ ലൊക്കേഷനകത്ത് ഏതൊക്കെയാണോ ഫോൾഡർ സേവ് ചെയ്തിരിക്കുന്നത് ആ ഫോൾഡർ എല്ലാം നമുക്കിവിടെ ഓപ്പണാവും. ആ ഫോൾഡറുകളിലേട്ടെല്ലാം നമുക്ക് വയ്ക്കാം. ഇപ്പോൾ അമൽ രാജ് എന്ന് പറയുന്ന ഫോൾഡർ, അതിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇനി മുതൽ ഇവിടെ എഴുതി കാണിച്ചിരിക്കും മൈ ഡ്രൈവിൽ നിന്നും അമൽ രാജിലേക്ക് ഇത് പോയി. അൺഡു കൊടുത്താൽ അൺഡു ആവും, ഡിസ്മിസ് കൊടുത്താൽ ഡിസ്മിസ്. ഡിസ്മിസ് എന്ന് വെച്ചാൽ ആ വന്നിരിക്കുന്ന വന്ന് നമുക്ക് കാണിച്ച ആ ബോക്സ് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്തതിന് അൺഡു ആണ് കൊടുക്കുന്നത്. ഇനി ഇത്രയും വിവരങ്ങളാണ് പ്രിലിമിനറി ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന്, നമ്മൾ സേവ് ചെയ്യാൻ പഠിച്ചു, പേര് മാറ്റി സേവ് ചെയ്യാൻ പഠിച്ചു, ഷീറ്റിൻ്റെ പേര് മാറ്റാൻ പഠിച്ചു, ഷീറ്റ് ഇൻസർട്ട് ചെയ്യാൻ പഠിച്ചു. ഇനി ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഷീറ്റിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുത്താൽ മതി. കണ്ടോ, ഈ ഷീറ്റുകളിൽ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡിലീറ്റായി. ഇനി ഈ ഷീറ്റിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. നമുക്ക് ഈ ഷീറ്റിനകത്തൊരു വിവരം ടൈപ്പ് ചെയ്തു, കുറേ കമാൻഡുകളും കുറേ ഇക്വേഷൻസും ടൈപ്പ് ചെയ്ത് വയ്ക്കുകയാണ്. നമുക്കിതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്താൽ കോപ്പി ഓഫ് ഡേറ്റ 1 എന്ന് പറയും. അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഡേറ്റ 2 എന്ന് ടൈപ്പ് ചെയ്താൽ മതി. വേറൊരു ഷീറ്റായി. ഇപ്പോൾ 2 ഷീറ്റിൽ ഒരേ വിവരമായി. പക്ഷേ
ഈ ഷീറ്റിലൊരു മാറ്റം വരുത്തിയാൽ മറ്റേതിനകത്ത് മാറത്തില്ല. അതിൻ്റെ ഒരു പകർപ്പ് മാത്രമാണ്. കണ്ടോ, 2 ഷീറ്റും വ്യത്യാസമായി. ഇങ്ങനെ ഷീറ്റിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ പറ്റും. ഇനി ഈ ഷീറ്റ് നമുക്ക് മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും പറ്റും. ഷെയർ ചെയ്യുമ്പോൾ അത് വ്യൂ ചെയ്യുന്ന രീതിയിൽ, അതല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന രീതിയിൽ, അങ്ങനെ പല രീതിയിൽ നമുക്ക് ഷെയർ ചെയ്യാം. അതെല്ലാം അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ പ്രിലിമിനറി ആയിട്ട് ഒരാൾ എങ്ങനെയാണ് ഷീറ്റ് ഓപ്പൺ ചെയ്യുന്നതെന്നും ഷീറ്റിലേക്ക് എങ്ങനെയാണ് വിവരങ്ങൾ ടൈപ്പ് ചെയ്യുന്നതെന്നും അതിൻ്റെ റോ എന്താണെന്നും കോളം എന്താണെന്നും ഷീറ്റ് ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഇൻസർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നും പേര് മാറ്റുന്നത് എങ്ങനെയാണെന്നും ഒക്കെ നിങ്ങൾ പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ചെയ്തു നോക്കുക. നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ വീഡിയോയും ഒരു 10 മിനിറ്റ് ഓളം മാത്രം, 10 മിനിറ്റിനകത്ത് മാത്രമേ സമയം എടുക്കുകയുള്ളൂ. ആ ഒരു വിവരം കൊണ്ട് നമുക്ക് ഒരു 10-20 വീഡിയോകൾ കൊണ്ട് നമുക്ക് ഈ ഗൂഗിൾ ഷീറ്റ് മൊത്തത്തിൽ, അത് സ്ക്രിപ്റ്റ് എഴുതുന്നത് ഉൾപ്പെടെയുള്ള മൊത്തം കാര്യങ്ങളും നമുക്ക് പഠിച്ച് കൃത്യമായിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു സീരീസ് ആയിട്ടാണ്. എല്ലാ മേഖലയിലും അല്ല, അത്യാവശ്യം ഒരു ഗൂഗിൾ ഷീറ്റ് നന്നായി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ, സ്ക്രിപ്റ്റ് എഴുതി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക്, ആ ലെവലിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും, ബിഗിനറായിട്ടുള്ള ഒരാളിനെ പോലും കൊണ്ടെത്തിക്കുക എന്നതാണ് ഈ വീഡിയോ സീരീസിൻ്റെ ഉദ്ദേശം. അപ്പം നമ്മൾ കൃത്യമായിട്ടും ഒരു ഇടവേള, ഒരു 3 ദിവസത്തെ ഇടവേള കഴിയുമ്പോൾ വീണ്ടും അടുത്ത വീഡിയോ വരും. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എല്ലാവരും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ സീരീസ് നമുക്ക് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.